രാജ്യത്തിന്റെ മുഖ്യ സൈന്യാധിപനോട്, അതും യുദ്ധമുഖത്ത് വച്ച്, ആ സമയത്ത് ഉചിതമായത് എന്താണ് എന്ന് വെച്ചാൽ അത് ചെയ്യുക എന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാൻ സൈന്യത്തിനെ അത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ കഴിയൂ. എന്നാൽ ഈ ജനറൽ നരവേന അത് എത്രമാത്രം ഉൾക്കൊണ്ടു എന്ന് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായി. മുൻകാലങ്ങളിലെ ഭരണാധികാരികളെ പോലെ ആയുധധാരിയായ പട്ടാളക്കാരനെ ജിഹാദി കുഞ്ഞുങ്ങൾ കല്ലെറിഞ്ഞു രസിച്ചപ്പോൾ, പാക് പട്ടാളം തല വെട്ടി കളിച്ചപ്പോഴും ഡൽഹിയിൽ നിന്ന് ഓർഡർ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ഗതികേടൊന്നും ഇപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് ഇല്ല എന്ന് ഓരോ സൈനികന് പോലും വ്യക്തമായി അറിയാം. ഒരു വെടിയുണ്ടയ്ക്ക് പകരമായി തീമഴ പെയ്യിക്കാൻ പറയാൻ കെൽപ്പുള്ള പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ രാജ്യത്തിന് കിട്ടിയിരിക്കുന്നത്. നരവേനയെ ഉന്നത പദവിയിലേക്ക് പരിഗണിക്കാതിരുന്ന സർക്കാരിനെ കരിവാരി തേക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെയാണ് രാജ്യത്തിന്റെ മുൻ ജനറൽ ഇങ്ങനെയൊരു കുറിപ്പെഴുതി വാദ്രയുടെ രാജ്യവിരുദ്ധ ഓൺലൈൻ ചാനലായ ദി വയറിന് നൽകുകയും അതുവഴി രാജ്യവിരുദ്ധരുടെ നേതാവായ റൗൾ വിൻസിക്ക് ലഭ്യമാക്കിയത്. അതുപയോഗിച്ച് അയാൾ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാജ്യത്തെ ഓരോ സാധാരണ സൈനികനും ഓരോ പൗരനും അറിയാം മോദി ആരാണെന്നും എന്താണെന്നും. ഗാൽവാനിലെ സംഘർഷം മുറ്റിനിൽക്കുന്ന അവസരത്തിൽ ആ സ്ഥലത്ത് സ്വന്തം സുരക്ഷ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കേവലം ഒറ്റയ്ക്ക് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയ മോദിയെ ധീരരായ രാജ്യസ്നേഹികളായ പട്ടാളക്കാരും ജനങ്ങളും ഒരിക്കലും മറക്കില്ല. ജനറൽ നാർവാനെ വെളിപ്പെടുത്തലിൽ നിന്നും അദ്ദേഹത്തിന്റെ രാജ്യതാൽപര്യമാണോ പദവിയാണോ വലുതെന്ന് ഇപ്പോൾ സാധാരണ ജനത്തിന് നന്നായി മനസ്സിലായി. പക്ഷേ അദ്ദേഹം ഒരു CDS ആയിരുന്നെങ്കിൽ രാജ്യഭരണം പോലും അട്ടിമറിക്കപ്പെട്ടേനെ. ഇദ്ദേഹത്തിന് ഉന്നത പദവി നൽകാതിരുന്ന നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന് 1000 നന്ദി.